രണ്ടു കൂട്ടരുടെയും ലക്ഷ്യം വീടുകൾക്ക് വായ്പ നൽകലാണ്. മത്സരം തുടങ്ങി. വായ്പക്ക് എന്താണ് അടിത്തറ? പണയമാണ്. പണയം കുറഞ്ഞു കുറഞ്ഞു വന്നു മത്സരത്തിൽ. പിന്നെ പണയം തന്നെ ഇല്ലാതെയായി. ഉണ്ടാക്കാൻ പോകുന്ന വീടിന്റെ പണയത്തിന് വീടുകൾക്ക് ലോൺ നൽകുന്ന അവസ്ഥയുണ്ടായി. സ്ഥലമുണ്ട്, ഉണ്ടാക്കാൻ പോകുന്ന വീടിന് ഇത്ര വില, അതിന് പണയം. ഇത് യഥാർത്ഥത്തിൽ പണയ അല്ലെങ്കിൽ ലോണിന്റെ വ്യവസ്ഥക്കെതിരാണ്. അതുകൊണ്ടാണ് അത്തരം ലോണുകളെ പ്രത്യേകമായി പേരിട്ട് വിളിച്ചത്. സബ്പ്രൈം ലോണുകൾ. സബ്പ്രൈം ലോണുകൾ എന്ന് പറഞ്ഞാൽ അതാണ്. ലോണിന് ഏത് ബാങ്കിൽ നമ്മൾ പോയാലും ലോണിന് എന്തെങ്കിലും ഈട് കൊടുക്കണം. ഇത് ഈടെന്താണ്? ഉണ്ടാക്കാൻ പോകുന്ന ഭൂമിയിൽ ഉണ്ടാക്കാൻ പോകുന്ന വീട് തന്നെയാണ് ഈട്. പക്ഷേ അത് ഈട് കൊടുക്കുമ്പോഴും ഇവർക്ക് ബാങ്കുകൾക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ബാങ്കുകൾ പൊട്ടന്മാരല്ലോ. അവിടെ റിയൽ എസ്റ്റേറ്റ് തഴച്ച് വളരുകയായിരുന്നു. ദിവസം കഴിയും തോറും സ്ഥലത്തിന് വില കൂടുതൽ, വീടിനും വില കൂടുതൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് ലോൺ എടുത്ത ഒരാൾ ഒരിക്കലും നാളെ ആ വിലക്കല്ല ആ വിലക്കല്ല സ്ഥലവും വീടും ഉണ്ടാവുക. ഓരോ ദിവസം കഴിയുമ്പോഴും തീ പോലെ വില വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം. ഇത് വെച്ചിട്ടാണ് ലോൺ കൊടുത്തത്. ഈ ലോൺ ആകട്ടെ 100% വരെയുള്ള ലോണുകളായിരുന്നു. അതോടൊപ്പം തന്നെ ലോണുകൾ മറിച്ചു വിൽക്കാൻ തുടങ്ങി വലിയ ബാങ്കുകൾക്ക്. ചെറിയ ബാങ്ക് ലോൺ കൊടുത്ത് അതിനേക്കാളും പലിശ കുറച്ച് അടുത്ത വലിയ ബാങ്കിന് അങ്ങനെ ലോണുകൾ മറിച്ച് വിൽക്കാൻ തുടങ്ങി. ഈ ലോണുകൾ അവസാനം ഇത് സുരക്ഷിതമല്ലാത്തത് കൊണ്ട് AIGയെ പോലെയുള്ള ഇൻഷുറൻസ് സ്ഥാപനങ്ങളിൽ ഇൻഷൂർ ചെയ്തു. പക്ഷേ ഇൻഷൂർ ചെയ്യാൻ അമേരിക്കയിലെ നിയമം അനുവദിക്കണില്ല. അതിനവർ ചില പുതിയ തന്ത്രങ്ങൾ ഉണ്ടാക്കി. ഇതിന് പറഞ്ഞത് ലോൺ എന്നല്ല, പിന്നെ ഇൻഷുറൻസ് എന്നല്ല, മറിച്ച് ക്രെഡിറ്റ് ഡീഫോൾട്ട് എന്നാണ്. ചില പ്രത്യേക സാങ്കേതിക ശബ്ദങ്ങൾ ഉണ്ടാക്കിയിട്ട് AIGയെ പോലെയുള്ള ഇൻഷുറൻസ് സ്ഥാപനങ്ങളിൽ ഇതെല്ലാം തന്നെ ഇൻഷൂർ ചെയ്യപ്പെട്ടു. 2006 വരെ ഈ മോർഗേജ് സിസ്റ്റം ഇങ്ങനെ മുന്നോട്ട് പോയി. സബ്പ്രൈം മോർഗേജസ്, സബ്പ്രൈം തന്നെ ലോണിന്റെ അതിനെതിരെ. ഇതാകട്ടെ 4-5 ബാങ്കുകൾ, ഒരു ബാങ്ക് നേരിട്ട് പിന്നെ ഇയാളുമായി ലോണിൽ ഏർപ്പെടുക, ആ ബാങ്ക് അടുത്ത ബാങ്കിന് വിൽക്കുക, അടുത്ത ബാങ്കിന് വിൽക്കുക, അങ്ങനെ 4-5 ബാങ്കുകൾ. ഈ റിയൽ എസ്റ്റേറ്റിന്റെ കുമിള ഇങ്ങനെ വലുതായിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നമല്ലാതെ ലോൺ കൊടുക്കലും വ്യാപകമായി. 2006 ആയപ്പോഴേക്ക് ചില റിയൽ എസ്റ്റേറ്റ് കുമിളകൾ പൊട്ടാൻ തുടങ്ങി. റിയൽ എസ്റ്റേറ്റ് കുമിളകൾക്കൊരു സവിശേഷതയുണ്ട്. കുമിള എന്നുള്ള പ്രയോഗമെല്ലാം എക്കണോമിക്സിലെ പ്രയോഗമാണ്. ബബിൾസ് തന്നെയാണ് പറയാ. ഇത് വെറുതെ ഊതി ഉറപ്പിക്കുന്ന സാധനത്തിന് എപ്പോഴും പൊട്ടാൻ പറ്റുന്നത്. അപ്പോ ഈ ബബിള് പൊട്ടിയപ്പോതോടുകൂടി സ്വാഭാവികമായി തന്നെ ഈ ആളുകൾക്ക് ബേജാറ് തുടങ്ങി. ആർക്ക്? ഈ പണയമെടുത്ത ആളുകൾക്ക്. ആ കടമെടുത്ത ആളുകൾ ഇതിങ്ങനെ കുറയാൻ തുടങ്ങിയപ്പോ അവരടക്കാനുള്ള തുകയേക്കാൾ കുറവാണ് ഇത് വിറ്റാൽ കിട്ടുന്ന തുക എന്നുള്ളൊരവസ്ഥ വന്നു. അപ്പോ അവരിൽ പലരും തങ്ങളുടെ വീടിന്റെ താക്കോല് രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്ത് ബാങ്കിന് അയച്ചു കൊടുത്തു. ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട്. ബാങ്കിലേക്ക് എന്താ ചെയ്യാ? ഇതാണ് അവിടെ സംഭവിച്ച യഥാർത്ഥത്തിലുള്ള മോർഗേജ് ക്രൈസിസ്. ഇതോടൊപ്പം തന്നെ മറ്റൊരു ക്രൈസിസും കൂടി ഉണ്ടായി. ഞാൻ 2 കാര്യം പറഞ്ഞു. ഒന്ന് പണപ്പെരുപ്പം, അല്ലെങ്കിൽ ഡോളറിന്റെ അധീശത്വത്തിനു വേണ്ടി ശ്രമിക്കുകയും ഗോൾഡിന്റെ ബേസിൽ എടുത്തു കളയുകയും ചെയ്തത്. രണ്ടാമത്തേത് പലിശയിൽ അധിഷ്ഠിതമായ ഈ രൂപത്തിലുള്ള പണയ വ്യവസ്ഥ. മൂന്നാമത്തേത്
വ്യാപകമായ ക്രെഡിറ്റ് വൽക്കരണമായിരുന്നു. നിങ്ങൾ എല്ലാ സമൂഹങ്ങളിലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ശരിക്കും ശ്രദ്ധിക്കേണ്ട ലെവലുമാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആയുധ കച്ചവടത്തിന്റെ ഹോൾസെയിലേഴ്സ് അവരായിരുന്നു. നമുക്കറിയാം, ലോകത്തെല്ലോടത്തും അടിയുണ്ടാക്കുക, ആയുധം വിൽക്കാന്നുള്ളതായിരുന്നു അവരുടെ പണി. പണം ധാരധാരയായി ഒഴുകി. ഈ പണം എന്ത് ചെയ്യണമെന്ന പ്രശ്നമുണ്ടായി. എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോ സ്വാഭാവികമായും ആളുകൾക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതും പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. ഇല്ലാത്തത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് ആളുകൾക്ക് ആവശ്യമുണ്ടാക്കണം. ഇല്ലാത്തതെന്ന് പറയുമ്പോൾ വെറുതെ ഇല്ലാത്തതാവില്ല. ആവശ്യമില്ലാത്തത് എന്നാൽ ആവശ്യമുണ്ടാക്കാവുന്നത്. ഉദാഹരണത്തിന് മുഖത്തിടുന്ന പൗഡർ. ചെറിയൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും ആവശ്യമില്ലാത്തൊരു സാധനം, അതിനാൽ അത് ആവശ്യമുണ്ടാക്കാം. അതിനാണ് മാർക്കറ്റിംഗ് എന്ന് പറയാം. ഈ മാർക്കറ്റിംഗ് വഴി ആവശ്യങ്ങൾ ഉണ്ടാക്കി സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. അത് കൂടുതൽ കൂടുതൽ സുഖലോലുപതയിലേക്ക് പോയി. സുഖലോലുപതയിലേക്ക് പോകുമ്പോൾ പരമാവധി സാധനങ്ങൾ വാങ്ങിക്കൂട്ടുക എന്നൊരവസ്ഥയുണ്ടായി. സാധനങ്ങൾ വാങ്ങിക്കൂട്ടണമെങ്കിൽ പണം ഉണ്ടാകണം. പണമുണ്ടാക്കാൻ കേവലം അവർ കണ്ട പ്രധാനപ്പെട്ട മാർഗം ഷെയർ മാർക്കറ്റിലെ ഇൻവെസ്റ്റ്മെന്റ് തന്നെയായിരുന്നു. ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷേ കേവലം ഇൻവെസ്റ്റ്മെന്റ് അല്ല, സ്പെക്കുലേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ആകുമ്പോഴേ പണം ധാരധാരയായി ഒഴുകൂ. മറ്റൊരു പരിധിയുണ്ട്, ഊഹക്കച്ചവടം. ആ ഊഹക്കച്ചവടം വളർന്നു വികസിച്ചു. 1987 ഊഹക്കച്ചവടം വളരെ വലിയ രൂപത്തിൽ അതിന്റെ ഒരു കുമിള ഇങ്ങനെ വലുതായി 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 വന്നു. പെട്ടെന്ന് 1987 ഒക്ടോബർ മാസം 19 തീയതി സ്റ്റോക്ക് മാർക്കറ്റിന്റെ വില ഇടിഞ്ഞു. അത് മറ്റൊരു ബ്ലാക്ക് മൺഡേയാണ്. ബ്ലാക്ക് മൺഡേ എന്നാണ് അറിയപ്പെടുക. 1987 ഒക്ടോബർ മാസം 19 തീയതി. ഇതോടുകൂടി സ്റ്റോക്ക് മാർക്കറ്റിന്റെ വില ഇടിഞ്ഞു. ആ സ്റ്റോക്ക് മാർക്കറ്റ് വില ഇടിഞ്ഞപ്പോൾ അത് ലെവൽ ചെയ്യാൻ വേണ്ടി പല മാർഗങ്ങളുണ്ടാക്കി. ആ മാർഗങ്ങൾ വീണ്ടും വീണ്ടും പ്രശ്നങ്ങളിലേക്ക് പോയി. ഒപ്പം തന്നെ വളർന്നു വികസിക്കുന്ന IT വ്യവസായം, അതിൽ പണം മുടക്കാനുള്ള ത്വരയുണ്ടായി. 1995 മുതൽ 2001 വരെയുള്ള കാലഘട്ടത്തെ എക്കണോമിക്സിൽ വേൾഡ് എക്കണോമിക്സിന്റെ ചരിത്രത്തിൽ നമ്മൾ അറിയപ്പെടുക .com ബബിൾസിന്റെ കാലഘട്ടമാണ്. .com ബബിൾ. .com നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്റർനെറ്റിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക ശബ്ദമാണ് .com. ആ ഇന്റർനെറ്റിലൂടെയുള്ള വ്യവസായങ്ങൾക്ക് ഊതിപ്പെരിപ്പിച്ച രൂപം കൊടുക്കുകയും പണം ധാരധാരയായി ഇൻവെസ്റ്റ് ചെയ്യുന്ന അവസ്ഥയുണ്ടാവുകയും ചെയ്തു. പക്ഷേ 2001 ആയപ്പോഴേക്ക് അത് പൊട്ടിയപ്പോൾ നമ്മുടെ സത്യം കമ്പ്യൂട്ടേഴ്സ് പൊട്ടിയ കോലമായി. നമ്മുടെ ഇന്ത്യയിലെ സത്യം കമ്പ്യൂട്ടേഴ്സ് ഏകദേശം ആ രൂപത്തിലാണ് ഒരു IT ബബിൾ ഉണ്ടാക്കിയത്.